മാസപ്പടി കേസിൽ പണം വിദേശ അക്കൗണ്ടുകളിലേക്ക് കൈമാറി. മാസപ്പടി കേസിൽ പണം വിദേശ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന സൂചനയുമായി ഇഡിക്ക് ബിജെപി നേതാവ് ഷോൺ ജോർജിന്റെ കത്ത്. വിദേശ അക്കൗണ്ടുകളെ പറ്റിയും അന്വേഷണം വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. യുഎഇയിലെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് CMRL ഇടപാടിലൂടെ കിട്ടിയ പണം മാറ്റിയിട്ടുണ്ടെന്ന് ഇഡിക്ക് നൽകിയ കത്തിൽ ഷോൺ ജോർജ് ആരോപിക്കുന്നുണ്ട്. വീണ തൈക്കണ്ടി, സുനീഷ് M എന്നിവരാണ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും SNC, ലാവ്ലിൻ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് വന്ന പണം അമേരിക്കയിലെ ചില അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ഇഡിക്ക് നൽകിയ കത്തിൽ ഷോൺ ജോർജ് ആരോപിക്കുന്നുണ്ട്. വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് തനിക്ക് വിവരം കിട്ടിയതെന്നും വ്യക്തമാക്കി. മാത്രമല്ല, ഒരു സേവനവും നൽകാതെ CMRL നിന്നും കൈപ്പറ്റിയത് 2,78 ലക്ഷം രൂപയാണ്. നഷ്ടത്തിലായിരുന്ന വീണയുടെ കമ്പനി എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന സ്രോതസ് കരിമണൽ കമ്പനിയായിരുന്നു. CMRL സേവനം നൽകിയതിന്റെ ഒരു രേഖ പോലും ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. SFIO അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വീണയ്ക്ക് മാസം 5 ലക്ഷം രൂപ, വീണയുടെ കമ്പനി എക്സാലോജിക്കിന് 3 ലക്ഷം, മാസം 8 ലക്ഷം, ഒരു വർഷം 96 ലക്ഷം, ആകെ 2,78 ലക്ഷം രൂപയാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ ടി കൈപ്പറ്റിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നതിന് പിന്നാലെ 2017 ജനുവരി മുതൽ 2020 ജൂൺ വരെ ആയിരുന്നു പണം നൽകൽ. 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 1,72 ലക്ഷം രൂപ വീണയ്ക്ക് നൽകിയെന്നായിരുന്നു കണ്ടെത്തിയത്. എന്നാൽ ഇൻകം ടാക്സ് റെയ്ഡിന് ശേഷവും കരിമണൽ കമ്പനിയിൽ നിന്നും വീണയുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെന്നാണ് SFIO കണ്ടെത്തിയത്. കരിമണൽ കമ്പനി CMRL മാത്രമായിരുന്നു എക്സാലോജിക്കിന്റെ പ്രധാന ക്ലയന്റും വരുമാന മാർഗവും. എക്സാലോജിക്കുമായുള്ള ഇടപാട് അവസാനിച്ചതിന് ശേഷം CMRL IT സേവനങ്ങൾക്കായി ATNA ടെക്നോളജീസ് എന്ന കമ്പനിയുമായി കരാറുണ്ടാക്കി. CMRLന് യഥാർത്ഥത്തിൽ IT സേവനങ്ങൾ നൽകിയ ATNA ടെക്നോളജീസിന് കിട്ടിയത് 75 മടങ്ങ് അധികം തുക. ഒരു സേവനവും നൽകാതെ വീണ കൈപ്പറ്റി. എക്സാലോജിക്കിന്റെ IT ഡെവലപ്പർമാർക്ക് പോലും കരിമണൽ കമ്പനിക്ക് എന്തെങ്കിലും IT സേവനം നൽകിയതായി അറിയില്ല. SFIOയ്ക്ക് മുമ്പാകെ ഹാജരായ വീണയ്ക്ക് CMRLന് സേവനം നൽകിയതിന്റെ ഒരു രേഖ പോലും ഹാജരാക്കാനായില്ല. ശശിധരൻ കർത്തയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് ധാരണയിലെത്തിയതെന്നും അവകാശപ്പെടുമ്പോഴും അതിനും തെളിവില്ല. പണമിടപാടിനായി അല്ലാതെ ഒരൊറ്റ മെയിൽ സന്ദേശം പോലും ഇരു കമ്പനികൾക്കുമിടയിൽ ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ പുറമെയാണ് 2015-ലും 2016-ലുമായി ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനി എക്സാലോജിക്കിന് 50 ലക്ഷം വായ്പ നൽകിയത്. ഇതിൽ വീണ തിരിച്ചടച്ചത് 4 ലക്ഷം മാത്രം. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ SFIO ചുമത്തിയ കമ്പനികാര്യ ചട്ടം 447 വകുപ്പാണ് ഇഡിയെ ഈ കേസിലേക്ക് എത്തിക്കുന്നത്. തെളിവിന്റെ ഒരു കണ്ണിക പോലും ഹാജരാക്കാതിരുന്നിട്ടാണ് സേവനത്തിനാണ് വീണ പണം കൈപ്പറ്റിയതെന്ന് CPM ഇപ്പോഴും പറയുന്നത്. അതേസമയം പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ആദ്യ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷഹീൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട കേസ് ഗൗരവമുള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചു. വധശ്രമം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ കൂടാതെ PDPP വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന്